ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഒരു സെല്ലിൽ രണ്ട് സൊല്യൂഷൻ, ഒരേ സെല്ലാണ് മക്കൾ നോക്കുക, ഒരേ സെല്ലിൽ രണ്ട് സൊല്യൂഷൻ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഒരേ സെല്ലിൽ രണ്ട് സൊല്യൂഷൻ. ആദ്യം ഫില്ല് ഞാൻ രണ്ടും ഇവിടെ വരയ്ക്കാം. ഒന്ന് 0.1 ഫില്ല് ചെയ്തു, ഒന്ന് 0.02 മോളാർ സൊല്യൂഷൻ KCl. രണ്ട് സമയത്ത് ഫില്ല് ചെയ്തപ്പോൾ റീഡിങ് തന്നിട്ടുണ്ട്. ഈ 0.1 മോളാർ ഫില്ല് ചെയ്തപ്പോൾ K തന്നിട്ടുണ്ട്, K1 കൊടുക്കുക. K1 is equal to 1.29 ആണ്. 1.29 K1. K2 നമുക്ക് തന്നില്ല. 0.02 മോളാർ ഫില്ല് ചെയ്തപ്പോഴുള്ള കണ്ടക്ടിവിറ്റി K2 തന്നിട്ടില്ല. പക്ഷേ 0.1 മോളാർ ഫില്ല് ചെയ്തപ്പോഴുള്ള റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. R is equal to 100 ohm ആണ് തന്നിട്ടുണ്ട്. 100 ohm. അപ്പോൾ 0.02 ഫില്ല് ചെയ്തപ്പോൾ R എത്രയായെന്ന് വെച്ചാൽ 520 ohm ആണ്. 520 R എത്രയാ? 520 ohm ആണ്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞാ, ഒരു സെല്ലിൽ തന്നെ ഒരേ സെല്ലാണ് മക്കൾക്ക് തന്നിരിക്കുക, ഒരേ സെല്ലാണ്. ആദ്യം 0.1 മോളാർ ഫില്ല് ചെയ്തു, പിന്നെ 0.02 മോളാർ ഫില്ല് ചെയ്തു. നല്ല ക്വസ്റ്റ്യൻ ആണ്. 0.1 മോളാർ ഫില്ല് ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് 100 ohm ആണ്. 0.02 മോളാർ ഫില്ല് ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് 520 ohm ആണ്. 520 ohm. 0.1 മോളാർ ഫില്ല് ചെയ്തപ്പോൾ K1 എത്രയാ? 1.29 ആണ്. K2 തന്നിട്ടില്ല. K2 എത്രയാണ് തന്നിട്ടില്ല. K2 എത്രയാണ് തന്നിട്ടില്ല. ഇതിന്റെ ലാംഡ എം കാണാനാ പറഞ്ഞത്. ലാംഡ എം കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചെയ്യാൻ പോവാണ്. നമ്മൾ എഴുതേണ്ടത് ലാംഡ എം നോക്കുക. K1 is equal to സെൽ കോൺസ്റ്റന്റ് into 1/R1 ആണ്. സെൽ കോൺസ്റ്റന്റ് into 1/R1 എന്നറിയാം. K2 is equal to സെൽ കോൺസ്റ്റന്റ് into 1/R2 ആണെന്നറിയാം. 1/R2. സോ K1/K2 എത്രയാന്ന് വെച്ചാൽ R2/R1 ആണെന്ന് എല്ലാവർക്കും അറിയാം. R2/R1 ഡിവൈഡ് ചെയ്താൽ മതി. K1 നമുക്ക് തന്നിട്ട് എത്രയാ? K1 is equal to K1 തന്നിട്ടുണ്ട്. ഇവിടെ K1 വാല്യൂ തന്നിട്ടുണ്ട് 1.29 ആണ്. സോ K1 is equal to 1.29 എന്നല്ല, 1.29. K2 നമുക്ക് അറിയത്തില്ല. കാൽക്കുലേറ്റ് ചെയ്യണം. R2 520 ohm ആണ്. 520 R2 എന്ന് പറഞ്ഞാൽ ഇതാണ് 520 ohm ആണ്. ഇതിന് നമുക്ക് R1 എന്നും ഇതിന് R2 എന്ന് കൊടുത്താൽ R2 is equal to 520 ohm ആണ്. 520 ohm. R1 is equal to R1 എത്രയാ? R1 തന്നിട്ടുണ്ട് 100 ohm ആണ്. 100 ohm. അപ്പൊ നമുക്ക് K2 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി K2 is equal to 1.29 into 100 divided by 520 ആണെന്ന് പറയാം. 520. ക്ലിയർ അല്ലേ? ഇനി ലാംഡ എം കാൽക്കുലേറ്റ് ചെയ്യണം. ലാംഡ എം is equal to 1000 K2 by molarity ആണ്. 1000 K2 by molarity M ആണ്. 1000 into K2 എത്ര തന്നിരിക്കുന്നത്? K2 1.29 into 100 divided by 520 whole divided by molarity 0.02 മോളാർ. രണ്ടാമത്തെ സൊല്യൂഷന്റെ മൊളാരിറ്റി ആണ് 0.02 മോളാർ. ഇത് എന്താ? 12403. ഇതിന് ആൻസർ കിട്ടുക 12403 സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ് കിട്ടുക.